നമസ്കാരം. നമ്മളെല്ലാവരും പുതുവത്സര ലഹരിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ മണിക്കൂറിലെ വാർത്തകളും അറിയട്ടെ. നോക്കാം ഫസ്റ്റ് റൗണ്ട് ഓഫ് ന്യൂസ്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. രാജ്യ തലസ്ഥാനത്ത് പുതുവത്സരത്തിന് കനത്ത സുരക്ഷ. ഭരണവിരുദ്ധ വികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന CPI. പുതുവർഷം ഫോർട്ട് കൊച്ചിയിൽ ആഘോഷിക്കാൻ എത്തുന്നവർ ശ്രദ്ധിക്കുക. തൃശൂരിൽ ലഹരിവേട്ടയ്ക്കിടെ കഞ്ചാവ് സംഘം കനാലിൽ ചാടി. മലയാളി വൈദികനെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് പുതുവത്സര ലഹരിയിലേക്ക് ചുവടുവെക്കുമ്പോഴും തലസ്ഥാന നഗരി അതീവ ജാഗ്രതയിലാണ്. കഴിഞ്ഞ മാസം ചെങ്കോട്ടയിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹി നഗരം പുതുവത്സരത്തെ വരവേൽക്കുന്നത്. ആഘോഷങ്ങളുടെ കേന്ദ്രമായ കോണാട്ട് പ്ലേസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്ന് വൈകിട്ട് മുതൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം ചെങ്കോട്ടയിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് രാജ്യം പുതുവത്സരത്തെ വരവേൽക്കുന്നത്. സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്നതിനാൽ ഡൽഹി നഗരത്തിലുടനീളം 10,000-കണക്കിന് പോലീസുകാരെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. ആഘോഷങ്ങളുടെ കേന്ദ്രമായ കോണാട്ട് പ്ലാസിൽ ഇന്ന് വൈകിട്ട് 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നർ, മിഡിൽ, ഔട്ടർ സർക്കിളുകളിലേക്ക് വാലിഡ് പാസുകളില്ലാത്ത വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കില്ല. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ ഭീകരവിരുദ്ധ സേനയും ഡൽഹി പോലീസും സംയുക്തമായിട്ടാണ് നഗരത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നത്. മെട്രോ സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കോണാട്ട് പ്ലാസിന് പുറമെ ഇന്ത്യ ഗേറ്റ്, ഹൗസ് ഗാസ് തുടങ്ങിയ ജനത്തിരക്കേറിയ ഇടങ്ങളിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. വാഹന പരിശോധനയ്ക്കായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 2,500ഓളം ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പ്രത്യേക നിരീക്ഷണത്തിനായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെയും അമിത വേഗതയിൽ എത്തുന്നവരെയും പിടികൂടാനായി പ്രത്യേക പരിശോധനകൾ സംഘം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി വൈകിയ ആഘോഷങ്ങളിൽ ഏർപ്പെടുന്നവർ പോലീസിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സംശയാസ്പദമായ രീതിയിൽ ആരെയെങ്കിലും കണ്ണിൽ പെട്ടാൽ ഉടനെ തന്നെ അറിയിക്കണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ഇടതു മുന്നണിയിൽ ഭിന്നത രൂക്ഷമാകുകയാണ്. പരാജയത്തെക്കുറിച്ച് പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കിയ CPI സംസ്ഥാന കൗൺസിൽ CPM-നെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സംസ്ഥാന കൗൺസിലർ ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത് CPM-ന് വളരെ വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചു എന്ന കാര്യമാണ്. എന്തായാലും ജനക്ഷേമം മുൻനിർത്തി അത് വോട്ടാക്കി മാറ്റുന്നതിൽ ഇവർ പരാജയപ്പെട്ടു എന്ന കാര്യം ഇപ്പോൾ സമ്മതിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുടെ വോട്ട് നഷ്ടമാകുന്നതിന് കാരണമായി എന്ന പ്രസ്താവനയാണ് ഇപ്പോൾ വരുന്നത്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് അതൃപ്തി നേടിയതും ഇത്തരത്തിൽ വോട്ട് നഷ്ടമാകുന്നതിന് കാരണമായി. ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾക്കിടെ കർശന നടപടി സ്വീകരിക്കാത്തതും തിരിച്ചടിയായി. പത്മകുമാറിനെ സംരക്ഷിക്കുവാൻ ശ്രമിച്ചത് മുന്നണിയുടെ വിശ്വാസ്യത തകർത്തു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിൽ CPM-നെതിരെ കടുത്ത വിയോജിപ്പാണ് CPI അടക്കമുള്ളവർ പ്രകടിപ്പിക്കുന്നത്. ഇതെല്ലാം മുൻനിർത്തിയാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു തിരിച്ചടി വന്നിരിക്കുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ CPM മനസ്സിലാക്കുന്നത്. പുതുവർഷത്തെ വരവേൽക്കാൻ ആവേശക്കടലായി കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ഫോർട്ട് കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ഇത്തവണത്തെ ആഘോഷങ്ങൾ കൂടുതൽ സുരക്ഷിതവും ചിട്ടയുള്ളതുമാക്കാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇത്തവണ പരേഡ് ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലുമായി 2 പാപ്പാഞ്ചികളെയാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ പുതുവർഷത്തെ വരവേൽക്കുവാൻ ഫോർട്ട് കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ഇത്തവണ 2 പപ്പാഞ്ഞികളാണ് ഒരുക്കിയിരിക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായ കൊച്ചിൻ കാർണിവലിന്റെ ഭാഗമായി പരേഡ് ഗ്രൗണ്ടിൽ പതിവ് പോലെ പപ്പാഞ്ഞിയെ കത്തിക്കുമ്പോൾ തിരക്ക് വിഭജിക്കുവാൻ ഇത്തവണ വേളി മൈതാനത്തും മറ്റൊരു പപ്പാഞ്ഞിയെ സജീവമാക്കിയിട്ടുണ്ട്. പരേഡ് ഗ്രൗണ്ടിൽ ഏകദേശം 40,000 പേർക്കും വേളിയിൽ 25,000 പേർക്കും ആഘോഷങ്ങൾ കാണുവാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ഡ്രോൺ പറത്തുന്നതിന് കർശന നിർദ്ദേശം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രദേശത്ത് 1000-ലധികം പോലീസുകാരെയാണ് കാവലിനായി വിന്യസിപ്പിച്ചിരിക്കുന്നത്. ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി പുതുവത്സര തലേന്ന് വൈകുന്നേരം 4 മണിക്ക് ശേഷവും
ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കില്ലെന്ന് സിറ്റി പോലീസ് അറിയിച്ചു. തോപ്പുംപടി BOT പാലം മുതൽ കർശന നിർദ്ദേശങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 4 മണിക്ക് ശേഷം എത്തുന്നവർ നിശ്ചയിക്കപ്പെട്ട പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനങ്ങൾ നിർത്തിയ ശേഷം വേണം ആഘോഷ സ്ഥലത്തേക്ക് പോകുവാൻ. വൈപ്പിൻ ഫോർട്ട് കൊച്ചി റോറോ സർവീസിലും 4 മണിക്ക് ശേഷം വാഹനങ്ങൾ പ്രവേശിപ്പിക്കില്ല. ആഘോഷങ്ങൾ കഴിഞ്ഞ് മടങ്ങുന്നവർക്കായി കൊച്ചി മെട്രോ രാത്രി 1:30 വരെയും അതുപോലെ വാട്ടർ മെട്രോ പുലർച്ചെ വരെയും പ്രത്യേക സർവീസുകൾ നടത്തും. അത് സന്ദർശകർക്ക് ആശ്വാസമാകും. ചാവക്കാട് ബ്ലോക്ക് ഓഫീസിന് സമീപം പോലീസും ലഹരിക്കടത്ത് സംഘവും തമ്മിൽ അരങ്ങേറിയത് അതീവ നാടകീയ രംഗങ്ങൾ. പോലീസിനെ വെട്ടിച്ച് കനാലിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച 4 അംഗ ഒഡീഷ സ്വദേശികളെ സാഹസികമായി പോലീസ് പിടികൂടി. ഇവരിൽ നിന്ന് 20 കിലോ കഞ്ചാവാണ് പോലീസ് പിടിച്ചെടുത്തത്. ചാവക്കാട് ബ്ലോക്ക് ഓഫീസിന് സമീപത്തായിരുന്നു അതീവ നാടകീയമായ ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ സംഘത്തെ കണ്ടത്. പോലീസിനെ കണ്ടതോടെ കൈവശമുണ്ടായിരുന്ന ബാഗുകൾ ഉപേക്ഷിച്ച് സംഘം തൊട്ടടുത്ത കനാലിലേക്ക് ചാടുകയായിരുന്നു. എന്നാൽ പോലീസ് വിട്ടു നൽകിയില്ല. സാഹസികമായി കനാലിലിറങ്ങിയ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്ന 4 പേരെയും പിടികൂടി. ഇവരിൽ നിന്ന് 20 കിലോ കഞ്ചാവ് കണ്ടെത്തിയിട്ടുണ്ട്. പിടിയിലായവർ ഒഡീഷ സ്വദേശികളാണെന്നും ട്രെയിൻ മാർഗമാണ് ഇവർ കേരളത്തിലേക്ക് ലഹരി എത്തിച്ചത് എന്നുമാണ് പ്രാഥമിക വിവരം. ചാവക്കാട് മേഖലയിലെ ലഹരി വിതരണക്കാരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ പ്രാർത്ഥനാ യോഗത്തിനിടെ മലയാളി വൈദികനും കുടുംബവും അറസ്റ്റിലായി. തിരുവനന്തപുരം അമരവിള സ്വദേശിയും നാഗ്പൂർ മിഷനിലെ വൈദികനുമായ പാസ്റ്റർ സുധീർ, ഭാര്യ ജാസ്മിൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിർബന്ധിത മതപരിവർത്തന ആരോപണം ഉന്നയിച്ചാണ് പോലീസിന്റെ നടപടി. അകാരണമായാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നുള്ള യാതൊരു സംശയവുമില്ല. ആ സ്ഥലത്ത് സുധീറിനെ അവിടെ വിളിച്ചു വരുത്തി ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ചേർന്നുള്ള ഒരു ആരാധനയാണ് ക്രമീകരിച്ചിരുന്നത്. ആ ആരാധനയ്ക്ക് പങ്കെടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ് മതപരിവർത്തനം ആരോപിച്ച് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് CSI ബിഷപ്സ് കൗൺസിൽ ശക്തമായി അപലപിക്കുന്നു. ഗവൺമെൻറ് ഇത്തരം നടപടികളിൽ നിന്ന് പിന്മാറണമെന്ന് ബിഷപ്സ് കൗൺസിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി മുൻപോട്ട് പോകുന്നതുകൊണ്ട് അതിൻ്റെ ലീഗൽ സൈഡ് തീർച്ചയായിട്ടും നോക്കിയാൽ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ട ലീഗൽ സപ്പോർട്ട് നൽകുന്നതിന് പ്രത്യേകം ശ്രമിക്കുന്നതാണ്. കഴിഞ്ഞ രാത്രി 8 മണിയോടെ നാഗ്പൂരിലെ ഷിൻഖോഡിയിലുള്ള ഒരു വീട്ടിൽ പ്രാർത്ഥനാ യോഗം നടക്കുമ്പോഴാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറുന്നത്. പ്രാദേശിക വൈദികരുടെ ക്ഷണപ്രകാരമാണ് പാസ്റ്റർ സുധീറും കുടുംബവും അവിടെ എത്തിയത്. എന്നാൽ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നു എന്ന പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. CSI ദക്ഷിണ കേരള മഹാ ഇടവകയുടെ കീഴിലുള്ള വൈദികനായ സുധീറിനെതിരെയും മറ്റുള്ളവർക്കെതിരെയും ശക്തമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സംഭവത്തിൽ CSI സഭ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കുന്നതിനായുള്ള നിയമ നടപടികൾ സഭ ആരംഭിച്ചു. ഈ മണിക്കൂറിലെ ഫസ്റ്റ് റൗണ്ട് അപ്പ് വാർത്ത ഇവിടെ അവസാനിക്കുന്നു. വരും മണിക്കൂറിൽ സെക്കൻഡ് റൗണ്ട് അപ്പുമായി കാണാം.